ബിസിനസ്സുകാരുടെ ഇടയിലെ ഏറ്റവും വലിയ കള്ളം എന്താണെന്നറിയോ? ദ ബിഗ്ഗസ്റ്റ് ലൈ, ലോകത്തെ ഏറ്റവും വലിയ കള്ളം ബിസിനസ്സുകാരുടെ ഇടയിലെ. ഇഫ് ഐ കുഡ് ഗ്രോ മൈ റവന്യൂ, എൻ്റെ റവന്യൂ കൂട്ടാൻ പറ്റിയാൽ ഓൾ മൈ പ്രോബ്ലംസ് വിൽ ഗോ അവേ. എൻ്റെ റവന്യൂ കൂടിയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന കള്ളം നിങ്ങളെ ആരൊക്കെയോ പഠിപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ടേൺ ഓവറിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സെയിൽസ് ടാർഗറ്റ് എന്താ വെച്ചിരിക്കുന്നത്? ടേൺ ഓവർ ബേസിസിൽ. ആർക്ക് വേണോടോ ടേൺ ഓവർ? ആരാ പറഞ്ഞ ടേൺ ഓവർ കൂടിയ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന്? ഞാനും ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്ന വർഷങ്ങൾ. അതുകൊണ്ട് എന്താണ്, ഒരു സെയില് കിട്ടുമ്പോൾ അന്ന് ഞാൻ കാറ് മാറ്റും. ആദ്യം തുടങ്ങുന്ന ഒരു സ്റ്റാർ TVS സ്റ്റാർ സിറ്റി ബൈക്ക്. അത് കഴിഞ്ഞപ്പോൾ ഒരു സെയിൽ കിട്ടിയോ റവന്യൂ കൂടുമല്ലേ. അപ്പോൾ അവിടുന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ്, ഇത് അവന് കൊടുക്കാനുള്ളതാണെന്ന് ഓർക്കുന്നില്ല. ഇൻറ്റീരിയർ ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം കൊച്ചച്ഛൻ്റെ കയ്യിൽ നിന്നൊരു മാരുതി സെൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചു. അത് കഴിഞ്ഞപ്പം അടുത്ത സെയിൽ കിട്ടിയപ്പോഴത്തേനും ഒരു തോന്നൽ, സെന്നൊന്നും പോരാ, നമ്മളുടെ പവറിന് അങ്ങോട്ട് ചേരുന്നില്ല. എന്ത് ചെയ്തു? എടുത്തത് ആൾട്ടോ 800. അത് കഴിഞ്ഞപ്പോൾ സാൻഡ്രോ, അത് കഴിഞ്ഞപ്പോൾ സ്കോർപിയോ, അത് കഴിഞ്ഞ് ഇത്തിരി കൂടെ നല്ല സെയിൽ കിട്ടിയപ്പോൾ ഇതെല്ലാം ബിസിനസ്സിലെ പൈസയാണ്, ഞാൻ അടിച്ചു മാറ്റിയതാ. ഒരു സ്കോഡ ലോറ, അടിപൊളി. അതോടുകൂടി എൻ്റെ നിക്കർ വരെ പോയി. അതാണ് സത്യം. നമുക്കൊരു കാര്യം അറിയോ? ഈ ലോകത്തെ ഏറ്റവും ബാഡ് ടീച്ചർ, ഈ ലോകത്തെ ഏറ്റവും മോശം അധ്യാപകൻ ആരാണെന്നറിയോ? യുവർ സക്സസ് ഈസ് എ ബാഡ് ടീച്ചർ. റിയാസേ, എന്നാ റിയാസിന്റെ വളർച്ച നിന്നേ? റിയാസ് സക്സസ് ആയ അന്ന്. അതുവരെ എന്തൊക്കെ ചെയ്യുമായിരുന്നല്ലേ? അതുവരെയുള്ള നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒന്ന് ആലോചിച്ചേ. അതുവരെ എറണാകുളത്തൊന്ന് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരും. ഇപ്പോഴോ? ഇന്നോ? നാളെ, അടുത്ത തിങ്കളാഴ്ച ആവട്ടെ. കാരണം എന്താ? ഈ ടീച്ചർ പഠിപ്പിച്ചു എന്ത്? ഇങ്ങനൊക്കെ മതി. അതുകൊണ്ടാണ് പറയുന്നത് ഗുഡ് ഈസ് ദ എനിമി ഓഫ് ബെറ്റർ. നിങ്ങൾ ബെറ്റർ ആവാഞ്ഞതിൻ്റെ റീസൺ എന്താ? ബെറ്റർ ആവാത്തതിൻ്റെ റീസൺ എന്താ? യു ആർ ഗുഡ്. നിങ്ങൾ സക്സസ് ആയി, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. എന്ന് സക്സസ് ആയോ അന്ന് എല്ലാം നേടി. ഇപ്പം എവിടൊക്കെയോ പോയി എന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണ് ഇന്ന് കാശ് മുടക്കി ഇവിടെ വന്നേ. ഇല്ല, ഇങ്ങോട്ട് വരത്തില്ല. നമ്മളെപ്പോഴും ഒരു ഡോക്ടറെ അന്വേഷിച്ച് പോകുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു വേദന ഉള്ളപ്പോഴാണ്. ഉറപ്പാണ് ഈ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും എവിടൊക്കെയോ എന്തൊക്കെയോ വേദനകളുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വന്നേ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ വിജയങ്ങളാണ്. ആ വിജയങ്ങൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് തന്നു. ആ ഓവർ കോൺഫിഡൻസ് നിങ്ങൾ തലയിലേക്ക് കയറ്റി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് ഗുഡ് ടൈംസ് ഉണ്ടാകും, ബാഡ് ടൈംസ്, നല്ല സമയവും ചീത്ത സമയവും ഉണ്ടായിരിക്കും. ഇന്ന് ഈ സമയത്ത് നിൽക്കുന്നത് കൊണ്ടാണ് 90% പേരും എന്നെ തിരക്കി ഇവിടെ വന്നത്. ഈ സമയത്ത് നിങ്ങൾ വന്നില്ല. കാരണം എന്താ? എല്ലാം നന്നായി പോകുമ്പോൾ പിന്നെന്തോ പഠിക്കാനാണ്. ഈ കയറ്റം കയറി ഈ പീക്കിലേക്ക് എത്തുന്ന സമയത്ത് നെവർ ബി ഓവർ കോൺഫിഡൻറ്റ്. അവിടെ ഓവർ കോൺഫിഡൻ്റ് ആവരുത്. പകരം എന്ത് വേണം? ഇവിടെ നിൽക്കുന്ന സമയത്ത് ഡോക്ടറെ ബി സസ്പീഷ്യസ്. എവിടെയാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്? എവിടെ നിന്നാണ് എനിക്ക് അടുത്ത പണി വരാൻ പോകുന്നത്? എവിടിട്ടാണ് ഞാൻ പൊട്ടാൻ പോകുന്നത്? അത് ചിന്തിക്കുന്നതായിരിക്കണം ഡ്യൂറിങ് ഗുഡ് ടൈംസ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇറക്കം വരാതിരിക്കാൻ നമ്മൾ പ്രിക്കോഷൻ എടുക്കും. ഇവിടുന്ന് തിരിച്ച് കയറാൻ ഒന്നിറങ്ങിയാലും ഇവിടെ വരെ പോകാതിരിക്കാൻ ഉള്ള ആയുധങ്ങൾ ശേഖരിക്കാനുള്ള സമയമാണ് ഡ്യൂറിങ് യുവർ ഗുഡ് ടൈംസ്. ബാഡ് ടൈംസ് വന്നാലോ ബി നെഗറ്റീവ് അടിച്ചിരിക്കരുത്, ബി എന്തൂസിയാസ്റ്റിക്. ഞാൻ ഈ കാറൊക്കെ എടുത്തപ്പോഴാണ് ഡ്യൂറിങ് മൈ ഗുഡ് ടൈംസ്. എൻ്റെ വിചാരം എന്തുവാ? എന്നും കാശ് ഇങ്ങനെ കിട്ടിക്കോട്ടെ. അവിടുന്ന് അടുത്ത വർക്ക് കിട്ടുമ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി, അത് കഴിയുമ്പോൾ അവിടുന്ന് എടുത്ത് ഇങ്ങോട്ടിട്ട്, ഇത് കഴിയുമ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ട്, ഇതെല്ലാം കൂടി ഇട്ട് പോയതാ നിക്കർ. എല്ലാം ഒന്നിച്ചങ്ങ് പോയി.
ഈ ഗുഡ് ടൈമിൽ എന്താ സംഭവിക്കുന്നത്? വി ആർ മേക്കിംഗ് മണി, വി ആർ മേക്കിംഗ് ഇറ്റ്. ആ സമയത്ത് എന്താ റോയിച്ചേട്ടാ ചെയ്യേണ്ടത്? വി ഹാവ് ടു സേവ് ഇറ്റ്, വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇറ്റ്. സോ ഡ്യൂറിങ് ഗുഡ് ടൈംസ് എവിടെ നിന്നൊക്കെ അടി വരാൻ പോകുന്നു എന്ന് നോക്കണം. സാധിക്കേ ഇപ്പം നല്ല സമയമല്ലേ, എന്ത് ചെയ്യണം? എവിടെ നിന്നൊക്കെയാണ് അടി വരാം? ബി ഓവർ കോൺഷ്യസ്, സസ്പീഷ്യസ് ആയിരിക്കണം. എനിക്കൊരു മെസ്സേജ് വന്നാൽ എനിക്ക് പേടിയാണ്. എനിക്കറിയാത്ത ഒരാൾ എൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാൻ വന്നാൽ എനിക്ക് പേടി. കാരണം അടുത്ത പണിയാണോ എന്ന പേടി. അതായിരിക്കണം ഡ്യൂറിങ് യുവർ ഗുഡ് ടൈംസ്. എന്നിട്ട് എന്തിലായിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്? നമ്മളുടെ ആവനാഴിയിൽ നമ്മളുടെ സ്കില്ലുകളാകുന്ന ആയുധങ്ങളുടെ എണ്ണം കൂട്ടണം. എന്തിന്? എന്തായാലും ഒരു ഇറക്കമുണ്ട്, ആ ഇറക്കത്തിൽ പിടിച്ചു നിൽക്കാൻ, ആ വീഴ്ചയുടെ ആഴം കുറയ്ക്കാൻ സ്കില്ലുകൾ ആവനാഴിയിൽ കൂടിക്കൊണ്ടേയിരിക്കണം.